കത്ത് കിട്ടി എന്നുള്ളത് ശരി, അതിനെ നിശ്ചയിച്ചിട്ടില്ലല്ലോ. കത്ത് കിട്ടി നേരിട്ട് വന്നും പറഞ്ഞിരുന്നു. ആ പറഞ്ഞ വിഷയങ്ങൾ ഞാൻ ഇതിൻ്റെ ബന്ധപ്പെട്ട നേതാക്കന്മാരോട് പറയുകയും ചെയ്തിരുന്നു. അതിനെ കത്ത് കൊടുത്തേക്കാം, നിങ്ങൾ നോക്കിയിട്ട് ആരെങ്കിലും 2-3 നാളെ വെച്ച് അന്വേഷിക്കണമെന്ന് ഞാൻ അവരോട് അന്ന് ആക്കാൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഊര് വിറ്റാൻ പോയപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ? IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറാവണം. ഈ സംബന്ധിച്ച് UDFന്റെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. ജീവിച്ചത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി, മരിച്ചതും പാർട്ടി കാരണം. DCC ട്രഷററുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവരുമ്പോൾ പ്രതിക്കൂട്ടിലാകുന്ന കോൺഗ്രസ് കണ്ണടച്ച് ഇരുട്ടാക്കി കൈ കഴുകിയാൽ മതിയാകുമോ? പാർട്ടി കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി NM വിജയന് ഉണ്ടായിരുന്നുവെന്ന് കുറിപ്പുകൾ വ്യക്തമായി പറയുമ്പോഴും ഞങ്ങൾ ഇതൊന്നും കണ്ടിട്ടേയില്ല എന്ന് VD സതീശനും KS സുധാകരനും പറയുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നത് മരിച്ച വിജയന്റെ കുടുംബമാണ്. ആത്മഹത്യാക്കുറിപ്പിൽ ഇത്ര വ്യക്തമായ പേരുള്ള IC ബാലകൃഷ്ണനെതിരെ എന്തിന് അന്വേഷണം നടത്തണം? ഇത് പാർട്ടി കാര്യമല്ലേ എന്ന് ചോദിക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് മനസാക്ഷി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? MLA രാജിവെക്കണ്ടേ? UDF നിലപാട് വ്യക്തമാക്കണ്ടേ? പരിശോധിക്കുന്നു ഈ 1 മണിക്കൂർ. സ്വാഗതം. KM ഫ്രാൻസിസ് DYFയുടെ വയനാട് ജില്ലാ പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, BJP വയനാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ, യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ഷിറാസ് ഖാറൻ എന്നിവരും ചേരുന്നു. ആദ്യം ഷിറാസിലേക്ക് വരുമ്പോൾ, ഷിറാസ്, പാർട്ടിയിൽ വയനാട് തന്നെ പാർട്ടിക്കകത്ത് ഒറ്റക്കെട്ടായിട്ടല്ല കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ അഭിപ്രായം എന്നുള്ളൊരു സൂചനകൾ ഒരു വശത്ത് വരുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കൾ, KPCC നേതൃത്വമടക്കം ഈ വിഷയം ലഘുവായിട്ടെടുക്കുമ്പോഴും അങ്ങനെയല്ല എന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് കോൺഗ്രസ് കരുതുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ യഥാർത്ഥ അണികളും പ്രവർത്തകരും സാധാരണ പ്രവർത്തകരും ഒക്കെ കരുതുന്നത് ഈ വിഷയം അഭിസംബോധനം ചെയ്യണം എന്നുള്ളതാണ്. അതേസമയം പാർട്ടി തലപ്പത്തുള്ളവർ, നേതൃത്വം ലഘൂകരിക്കുന്നു ഈ വിഷയത്തെ എന്നുള്ളത് തന്നെയാണ്. ഇതൊരു രാഷ്ട്രീയ നേട്ടത്തിനാണെങ്കിൽ പോലും അതപ്പുറത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധിക്കുമ്പോൾ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് തോന്നുക അങ്ങനെയാണോ, അല്ല എതിരഭിപ്രായമുണ്ടോ? സ്വാഭാവികമായിട്ടും വളരെ വേദനാജനകമായൊരു സംഭവം നടക്കുന്നു. കോൺഗ്രസ് കുടുംബത്തിൽ നിന്നൊരാൾ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ആത്മഹത്യയ്ക്ക് നിർബന്ധിതനാവുന്നു. കുടുംബത്തിൽ നിന്നൊരാൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ബുദ്ധിവൈകല്യമുള്ള മകനെയും കൂടെ അദ്ദേഹം ആത്മഹത്യയിലേക്ക് കൊണ്ടുപോവുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അവന് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ബോധമാണ്. ശരിക്ക് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ്റെ, കോൺഗ്രസ്സിന് വേണ്ടി ജീവിച്ച് മരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകൻ്റെ വേദനകളും അവൻ്റെ വ്യതകളുമൊക്കെ കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്നുണ്ടോ? ഇവിടെ കോൺഗ്രസ്സിനകത്തുള്ള കുടുംബ ബന്ധം ശിഥിലമായി പോയിട്ട് എത്രയോ നാളുകളായി. അധികാരം പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട്, അധികാരം പിടിച്ചു നിൽക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു ചിലരുടെ ഒരു ഉപാധിയായി, ഒരു കോക്കസ് ലോബിയായി കോൺഗ്രസ് നേതൃത്വം മാറുമ്പോൾ കോൺഗ്രസ്സിന് വേണ്ടി രക്തമൊഴുക്കിയവർ, കോൺഗ്രസ്സിന് വേണ്ടി വിയർപ്പൊഴുക്കിയവർ, കോൺഗ്രസ്സിന് വേണ്ടി കടബാധ്യതകൾ പേറിയവരൊക്കെ ആത്മഹത്യയിലേക്ക്, അല്ലെങ്കിൽ മരിച്ചുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരു വലിയൊരു അവസ്ഥയിലാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടി കേരളത്തിലേക്കുള്ളത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ പളപളപ്പ് ഒരുപക്ഷെ കോൺഗ്രസ് പ്രവർത്തകൻ്റെ ചോരയിൽ നിന്ന് ഊറ്റിയെടുക്കുന്നതാണ് എന്ന തിരിച്ചറിവ് നേതൃത്വത്തിനുണ്ടാകണം. ഇതൊരൊറ്റപ്പെട്ട സംഭവമായി കാണരുത്. പല ബാങ്ക് പ്രസിഡന്റുമാരും ആത്മഹത്യ ചെയ്തു, ചർച്ച ചെയ്യാതെ പോയി. കോൺഗ്രസിൻ്റെ താഴെത്തിലുള്ള പ്രവർത്തകർ നിശബ്ദമായി മാറി നിൽക്കുന്നു. പുതുതായിട്ട് ഈ സോഷ്യൽ മീഡിയയിലെ സജീവമായി അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ ലൈക്കുകൾ മാത്രം എണ്ണി നോക്കി പുതിയ നേതൃത്വങ്ങൾ കടന്നു വരുന്നു. പെട്ടിതാങ്ങികൾക്ക് മാത്രം ഇതിനകത്ത് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായി വിയർപ്പൊഴുക്കിയവൻ്റെ വേദനയാണ് അവൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യമായി മാറുന്നത്. വേദനാജനകമായ സംഭവമാണ്. കോൺഗ്രസ് തിരിച്ചറിയണം. കോൺഗ്രസ് IC ബാലകൃഷ്ണൻ രാജിവെക്കണോ? ഷിറാസ്, ഇതിനകത്ത് IC ബാലകൃഷ്ണന് എതിരെ അദ്ദേഹം വ്യക്തിപരമായിട്ട് സാമ്പത്തികമായി ഒന്നും നേടിയിട്ടുള്ള ആളൊന്നുമില്ല. അദ്ദേഹത്തിനെതിരായിട്ട് പരാതി, KPCC പ്രസിഡന്റ് കൊടുത്ത പരാതി എങ്ങനെയാണ് പൊതുമധ്യത്തിൽ ചോർന്നു കിട്ടിയത്? അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ചിലരെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ചിലർ ഒഴിവാക്കപ്പെടുന്നുണ്ട്. പുതിയ നേതൃത്വങ്ങൾ വരേണ്ടതായിട്ടുണ്ട് എന്ന ചെറിയ ധാരണകൾ. അങ്ങനെ ഒരു മാനിപ്പുലേഷൻ്റെ ഭാഗമായിട്ട് ഇതിനകത്ത് കൂടുതൽ ഒരു അന്വേഷണ വിധേയമാകേണ്ട കാര്യമുണ്ട്. പാർട്ടി സത്യസന്ധമായി അന്വേഷിക്കണം.
എന്തുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയ സാഹചര്യങ്ങളെന്ന് പാർട്ടി സത്യസന്ധമായി അന്വേഷിക്കണം. അന്വേഷിച്ച് പാർട്ടി പ്രവർത്തകരുടെ സുരക്ഷിതമില്ലായ്മ എന്ന അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടായില്ല എങ്കിൽ ഗുരുതരമായ ഭവിഷ്യത്ത്. ഷിറാസ്, ഞാൻ തിരികെ എത്താം. കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി നമുക്കൊപ്പം ചേരുന്നു. വസന്ത്, കുടുംബത്തിന്റെ താല്പര്യം അങ്ങേയറ്റം പരിഗണിക്കുമെന്നാണ് നമ്മൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ പ്ലേ ചെയ്ത KPCC അധ്യക്ഷന്റെ വാക്കുകൾ. KPCC നേതൃത്വത്തെ സമീപിച്ചിട്ട് ഒരു നടപടി ഇല്ലാത്തത് കൊണ്ടാണ് ഈ കത്ത് പോലീസിന് കൈമാറിയതെന്ന് കുടുംബം പറയുന്നു. വസന്ത്. അല്ല അപർണ, നോക്കൂ, ഇന്ന് പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞല്ലോ. പ്രതിപക്ഷ നേതാവിനെ ഇവർ സമീപിക്കുന്നത് 2 ദിവസം മുമ്പാണ്. അവിടെ അദ്ദേഹത്തെ സമീപിച്ച ശേഷം അദ്ദേഹത്തോട് ഈ കുടുംബം, അതായത് വിജയേട്ടന്റെ കുടുംബം പറഞ്ഞിട്ട് പോകുന്നത്, ഞങ്ങൾ 10 ദിവസം കാത്തു നിൽക്കും, അങ്ങ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം, മറ്റുള്ളവരുമായി അങ്ങ് സംസാരിക്കൂ. ആരാണ് മറ്റുള്ളവർ? സ്വാഭാവികമായും ഈ പാർട്ടിയുടെ PCC അധ്യക്ഷൻ, KPCCയുടെ പ്രസിഡന്റ്, UDFന്റെ ചെയർമാൻ, പ്രധാനപ്പെട്ട മറ്റു നേതാക്കൾ, അവരുമായി സംസാരിക്കാൻ 10 ദിവസം ഈ കുടുംബം ബഹുമാനപ്പെട്ട പാർട്ടിയുടെ CLP ലീഡർ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെ അനുവദിച്ച് നൽകിയിട്ട് പോയ അതേ കുടുംബം ഇതാ BJPയും CPMഉം ഞങ്ങൾക്ക് പണം ഓഫർ ചെയ്തിട്ടുണ്ട് പലതും പറയാൻ വേണ്ടി എന്ന് പറഞ്ഞു പോയ അതേ കുടുംബം എന്തുകൊണ്ടാണ് ഈ പാർട്ടിയെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ പാർട്ടിയെ ഇവർ പറയുന്നത് പോലെ അത്രമാത്രം അകമഴിഞ്ഞ് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ 2 ദിവസം പിടിച്ചു നിന്നത് എന്ന് പറയുന്നെങ്കിൽ, വസന്ത്, തുടക്കത്തിലെ കുടുംബത്തെ കുറിച്ച് ഈ അഭിപ്രായമാണ് നിങ്ങൾ പറയുന്നത്, പിന്നെ എങ്ങനെ ഇത് പരിഗണിക്കും? രണ്ടും കൂടെ ഒരുമിച്ച് പറയരുത്. കുടുംബം ഈ അഭിപ്രായമാണല്ലോ പറഞ്ഞത് എന്ന് പറയുന്നു, പിന്നെ കുടുംബത്തിന്റെ താല്പര്യം സംരക്ഷിക്കും ഏതറ്റം വരെയും എന്തിനാണ് പറയുന്നത്? കുടുംബം കോൺഗ്രസിനെതിരെയാണ് നിൽക്കുന്നത്, CPMന്റെയും BJPയുടെയും കാശ് വാങ്ങിച്ചാണ് ഇത് പറയുന്നത് എന്ന് മാത്രം പറഞ്ഞാൽ പോലെ ഈ രണ്ടെണ്ണവും പറയേണ്ട ആവശ്യമുണ്ടോ? വിജയേട്ടൻ മരിച്ചതിന്റെ പിറ്റേന്ന് ന്യൂസ് 18 ഇതേ വിഷയം ചർച്ചയ്ക്കെടുത്തു. ന്യൂസ് 18 സീനിയർ ചീഫ് എഡിറ്റർ ശ്രീമതി അപർണ തന്നെയായിരുന്നു ആ ചർച്ച നയിച്ചത്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച ആ ചർച്ചയിൽ ഉണ്ടായിരുന്ന ആൾ ഞാനാണ്. അന്നും ഞാൻ പറഞ്ഞു, കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ, അതിവൈകാരികമായ പേഴ്സണലായ ചില പ്രശ്നങ്ങൾ വിജയേട്ടൻ ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ പ്രാദേശിക നേതൃത്വത്തിൽ നിന്ന് ഞങ്ങൾക്കത് വ്യക്തമായിട്ടുണ്ട്. പക്ഷെ അതുകൂടി വലിച്ചഴിച്ച് ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്ന് ഞാൻ അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു. അതാണ് വസന്ത് അത് സമ്മതിക്കുന്നു. വസന്ത് അത് തന്നെയാണ് പറയുന്നത്. കുടുംബത്തിനെതിരെ പ്രചാരണം നടത്തി കോൺഗ്രസ് നേതാക്കൾ. ഇതുണ്ടായതെല്ലാം കുടുംബ പ്രശ്നം കൊണ്ടാണ്, മാനസിക പ്രശ്നമുണ്ടായി, അതാണ് വിഷയം എന്ന് പറഞ്ഞില്ലേ കോൺഗ്രസിന്റെ നേതാക്കൾ? അതായത് ഇതൊരു പാർട്ടി വഴിയോ പാർട്ടിയിലെ മറ്റു നേതാക്കൾ വഴിയോ ഒന്നുമല്ല, ഇതേതോ കുടുംബ പ്രശ്നമാണ്, ഇതൊക്കെ അന്വേഷിക്കുമെന്നാണ് പറഞ്ഞത്. ഈ മിനിറ്റും വസന്ത് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏത് കുടുംബത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന കാര്യമാണ് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് മനസ്സിലാവാത്തത്. ഞങ്ങൾ നീതിയുടെ താല്പര്യമാണ് സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്. നോക്കൂ, ഒരാൾ ആരോപണം ഉന്നയിക്കുന്നു, ആ ആരോപണം ഉന്നയിക്കുന്നത് ഞങ്ങളുടെ ഭാഗത്തുള്ള ഒരാളാണ് ആയതുകൊണ്ട്, ആൾക്ക് നേരെ ആയതുകൊണ്ട് അയാളെ ഞങ്ങൾ കൈവിട്ട് കളയണോ? ആരെയും കൈവിട്ട് കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ താല്പര്യം ശ്രീമാൻ വിജയേട്ടന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഞങ്ങളുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷററായിരുന്നു. അദ്ദേഹത്തിനെതിരെ മുമ്പ് CPM വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. CPM അദ്ദേഹത്തെ വീട്ടിൽ കയറി ആക്രമിച്ചിട്ടുണ്ട്. ആ കേസ് ഇന്നും കോടതിയിൽ നിലനിൽക്കുക. മാന്യത ഉണ്ടെങ്കിൽ അതിന് മാപ്പ് പറഞ്ഞിട്ട് വേണം ഈ മുതലക്കണ്ണീർ ഒഴിപ്പിക്കാൻ വേണ്ടി. CPMന്റെ ഈ വിഷയത്തിലെ കണ്ണീർ വെറും മുതലക്കണ്ണീരാണ്, 100% ക്രിസ്റ്റൽ ക്ലിയർ മുതലക്കണ്ണീർ. അദ്ദേഹത്തെ വീട്ടിൽ കയറി ആക്രമിച്ചു, പോരാഞ്ഞിട്ട് അദ്ദേഹത്തിനെ തെരുവിലിട്ട് തല്ലിച്ചതച്ച കേസ് നേരിടുന്ന CPM നേതാക്കൾ ചർച്ചയിൽ വന്നിരുന്നു പറയാണ്, വിജയേട്ടൻ എടോ വിജയ എന്ന് വിളിച്ച് അദ്ദേഹത്തെ ആക്രമിച്ചവരാണ് ഇന്ന് വിജയേട്ടൻ എന്ന് പറയുന്നത്. ആത്മാർത്ഥത ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവരത് എടുത്തോട്ടെ. ഞങ്ങളുടെ നിലപാട്, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പാർട്ടി കോടതിയില്ല, പാർട്ടി പോലീസ് ഇല്ല. ഞങ്ങൾ ഈ കേസിൽ സുവ്യക്തവും സുതാര്യവുമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്, ആവശ്യപ്പെടുന്നവരാണ്. അതിന് ആവശ്യമായി ഇനി DCCയുടെ മിനിറ്റ്സ് പരിശോധിക്കണോ, KPCCയുടെ മിനിറ്റ്സ് പരിശോധിക്കണോ, KPCC DCC നേതാക്കളുടെ CDR എടുക്കണോ, ഫോൺ CDR എടുക്കണോ, അതോ ഞങ്ങളുടെയൊക്കെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ നിങ്ങൾക്ക് പരിശോധിക്കണോ? ഏതു തരത്തിലുള്ള അന്വേഷണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. എന്തുകൊണ്ടാണ് ആത്മഹത്യാ കുറിപ്പിൽ ഇത്രയും പേരുകൾ ഉണ്ടായിട്ട് നിങ്ങളത് കണ്ണടച്ചിരിട്ടാക്കുന്നത്? എന്തുകൊണ്ടാണ്? CPM ഇതിനകത്ത് എന്ത് രാഷ്ട്രീയ നീക്കം നടത്തിയാലും ഇതായിരുന്നില്ലല്ലോ നവീൻ ബാബുവിന്റെ വിഷയത്തിലൊക്കെ നിങ്ങളെടുത്ത വളരെ ധാർമ്മികമായിട്ടുള്ള ഒരു നിലപാട് ഇതായിരുന്നില്ലല്ലോ. ഇതെങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? ഈ ആത്മഹത്യാ കുറിപ്പും ഫോർജ് ചെയ്തതാണെന്ന രീതിയിൽ എങ്ങനെയാണ് കോൺഗ്രസിന് പ്രതികരിക്കാൻ കഴിയുന്നത്? രണ്ട് വളരെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളുണ്ട് ശ്രീമതി അമർന. ആരുടെ കാര്യത്തിൽ? നവീൻ ബാബുവിന്റെ കേസിൽ. നവീൻ ബാബുവിന്റെ ആ വിഷയത്തിൽ ആരോപണം ഉണ്ടായ ഉടനെ PP ദിവ്യ AKG സെന്ററിന്റെ അടുക്കളപ്പുറത്തേക്ക് ഒളിക്കാൻ പോയി. ഇതിൽ IC ബാലകൃഷ്ണൻ വയനാട്ടിൽ തന്നെ ഉണ്ട്, അദ്ദേഹം ജനങ്ങളുടെ ഇടയിലുണ്ട്. 2,
ആ വിഷയത്തിൽ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ അവിടെ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ അത് പാടില്ല എന്ന് കുടുംബം പറഞ്ഞിട്ട് പോലും, കുടുംബത്തിലെ ഒരാളുടെ സാന്നിധ്യം വേണം എന്നുള്ള പോലീസ് മാനുവൽ നിലനിൽക്കുമ്പോൾ പോലും അതിനെ അട്ടിമറിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ ഫോർജ്ഡ് ആണ് എന്ന് ആ കുടുംബം പഴയ SFI കുടുംബമാണ്, ആ കുടുംബം ആരോപിക്കുന്നു. ഈ വിഷയത്തിൽ എന്താണുള്ളത്? ഞങ്ങളിൽ ആരും ഒളിച്ചു പോയിട്ടില്ല, ഞങ്ങൾ ആരും അദ്ദേഹത്തിന്റെ ഈ കത്ത് കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല എന്ന് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒക്കെ പറയുന്നു. കുടുംബം മറിച്ചു പറയുന്നു, നിങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങൾ ആ ലെറ്റർ എടുത്തു മാറ്റിയെന്നായിരുന്നല്ലോ ഏറ്റവും ആദ്യ ദിവസങ്ങളിലെ ചർച്ചയിൽ CPM പറഞ്ഞിരുന്നത്. ഇപ്പൊ ആ ലെറ്റർ വന്നല്ലോ. ഞങ്ങൾ അന്നും പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു ലെറ്റർ ഇല്ല, അതായത് വിജയേട്ടന്റെ ആത്മഹത്യാക്കുറിപ്പിനെ പറ്റി ഞങ്ങൾക്ക് വിവരമില്ല. പക്ഷെ അന്ന് CPM നേതാക്കൾ തറപ്പിച്ചു പറഞ്ഞു. ഈ ന്യൂസ് 18ലും മറ്റു ചാനലുകളിലും ഞാനിരുന്ന ചർച്ചകളിൽ അടക്കം CPM നേതാക്കൾ പറഞ്ഞു, കോൺഗ്രസ് നേതാക്കൾ ആദ്യമേ ആ വീട്ടിലെത്തി വിജയേട്ടന്റെ ആത്മഹത്യാക്കുറിപ്പ് നിർബന്ധിച്ച കുടുംബത്തിൽ നിന്ന് മേടിച്ചു കൊണ്ടുപോയി പൂഴ്ത്തി എന്നാണ് പറഞ്ഞത്. എവിടെ ആ പൂഴ്ത്തിയ ലെറ്റർ? നിങ്ങൾ എന്താ KPCC ഓഫീസിന്റെ പുറകിൽ നിന്ന് ഹനനം ചെയ്ത് തിരിച്ചെടുത്തതാണോ? അല്ലല്ലോ, ആ ലെറ്ററുമായിട്ട് തന്നെയാണല്ലോ വന്നിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് സമഗ്ര അന്വേഷണം. ലെറ്റർ ഒറിജിനൽ ആണോ എന്ന് നോക്കണം, വേണ്ടേ? അന്വേഷിക്കണ്ടേ? ലെറ്ററിൽ ആരോപിച്ചിരിക്കുന്ന സമഗ്ര അന്വേഷണം. വസന്ത്, വീണ്ടും സമഗ്ര അന്വേഷണം. IC ബാലകൃഷ്ണനെതിരെ എന്തൊരു അന്വേഷണം നടത്തണമെന്നല്ലേ KPCC അധ്യക്ഷൻ ചോദിച്ചത്? ഇത് പാർട്ടി കാര്യമല്ലേ, ഇത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമല്ലേ എന്നാണ് ചോദിച്ചത്. നിങ്ങൾ പറയുന്ന അന്വേഷണം എന്താണ്? KPCCയുടെ അന്വേഷണം മാത്രം മതി, അതാണോ നിങ്ങൾ പറഞ്ഞു വരുന്ന ആ സമഗ്ര അന്വേഷണം? അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ശ്രീമതി അപർണ, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് IC ബാലകൃഷ്ണൻ തന്നെ വിജയേട്ടന്റെ മരണത്തിന്റെ 2ാമത്തെ നാൾ വയനാട് ജില്ലാ SP നേരിട്ട് കണ്ട് ഇതിൽ അന്വേഷണം വേണമെന്ന് പോലീസിന് റിപ്പോർട്ട് കൊടുക്കുന്നത്, ആവശ്യപ്പെടുന്നത്? നിലവിൽ 2 കേസുകളാണ് പോലീസ് ഈ വിഷയത്തിൽ. അത് നിങ്ങളുടെ പാർട്ടിയുടെ വിഷയമാണ്, അത് നിങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തര വിഷയമാണ്. അതിനകത്ത് ഭിന്നതയുണ്ടെങ്കിൽ, 2 അഭിപ്രായമുണ്ടെങ്കിൽ, ആരെങ്കിലും ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തര വിഷയമാണ്. അതിൽ എനിക്കൊരു തർക്കവുമില്ല വസന്ത്. യാതൊരു ടാർഗറ്റിംഗും ഇല്ല. ഈ വിഷയത്തിലെ ഔദ്യോഗിക പാർട്ടിയുടെ നിലപാട് കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 പോലീസ് അന്വേഷണമാണ് നടക്കുന്നത്. ഒന്ന്, അസ്വാഭാവിക മരണവുമായി ബന്ധപ്പെട്ട് വിജയേട്ടന്റെ മരണത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്, അന്വേഷിക്കട്ടെ. ഞങ്ങളുടെ പാർട്ടി ഓഫീസുകളിലേക്ക് ഏതെങ്കിലും അന്വേഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും വരാം. ഞങ്ങളുടെ മിനിറ്റ്സ് ബുക്കുകൾ പരിശോധിക്കാം, CDR പരിശോധിക്കാം, എടുത്തിട്ട് കുടഞ്ഞിട്ട് പരിശോധിക്കട്ടെ. ഇനി പറ്റില്ലെങ്കിൽ മൊസാദിനെ കൊണ്ടുവരട്ടെ, റോയെ കൊണ്ടുവരട്ടെ, ഇല്ലെങ്കിൽ CSIയെ കൊണ്ടുവരട്ടെ. ആരെ കൊണ്ടുവന്ന് അന്വേഷിപ്പിച്ചാലും ഒരു തുരുമ്പും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കിട്ടില്ല. കാരണം ഇത് ഞങ്ങളുടെ DCCയുടെ ട്രഷറർ മരണപ്പെട്ടപ്പോ മുതലക്കണ്ണീരുമായി അതിലൊരു ഗോൾഡൻ ചാൻസ് കണ്ട് CPM ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതിന്റെ പ്രശ്നമാണ്. അവരുണ്ടാക്കിക്കൊണ്ടുവരുന്ന പുകമറയാണ്. ആ പുകമറ ഭേദിക്കാൻ വിജയേട്ടന്റെ ആത്മാവ് തന്നെ കോൺഗ്രസ് പാർട്ടിയെ സഹായിക്കും. ഞാൻ തിരികെ എത്താം വസന്ത്, ഞാൻ തിരികെ എത്താം. DYFIയുടെ വയനാട് ജില്ലാ പ്രസിഡന്റ് KM ഫ്രാൻസിസ്, ആത്മഹത്യാക്കുറിപ്പ് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ നേതാക്കൾ പോയി അതെടുത്തു മാറ്റി എന്ന് CPM നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഒരു തർക്കവുമില്ല. ആ തരത്തിലുള്ള ആരോപണങ്ങൾ വന്നതാണ്. അതൊക്കെ ഇപ്പൊ എവിടെ നിന്ന് കിട്ടി എന്നാണ് വസന്ത് ചോദിക്കുന്നത്. രാഷ്ട്രീയം കളിക്കുകയല്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ CPM ഇതിനകത്ത് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. ഉടനെ രമേശ് ചെന്നിത്തല കുടുംബത്തെ അവഹേളിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വയനാട് CPM ജില്ലാ സെക്രട്ടറി രംഗത്ത് വരുന്നു. CPM-നകത്ത് രാഷ്ട്രീയം കളിക്കുന്നില്ലേ? അല്ല, ഇത് കേവലം ഒരു രാഷ്ട്രീയം മാത്രമല്ല, ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവവാസങ്ങളാണ് വയനാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തകൾ മനസ്സിലാകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. എന്താ ഇവിടെ സംഭവിച്ചത്? വയനാട് ജില്ലയിലെ കോൺഗ്രസിന്റെ നേതൃത്വമായി നിൽക്കുന്ന അന്നത്തെ DCC പ്രസിഡന്റ് ആയിരുന്ന IC ബാലകൃഷ്ണൻ ഉൾപ്പെടെ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ ചേർന്നുകൊണ്ട് ജില്ലയ്ക്കകത്ത് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളിൽ നിയമനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു വലിയ അഴിമതിക്ക് അരങ്ങുണ്ടാക്കിയതാണ്. ഈ അഴിമതിയുടെ അവസാന ഘട്ടത്തിലാണ് ഇതിനെ പ്രധാനമായും മുൻ പ്രവർത്തനം എടുത്ത NM വിജയനും അദ്ദേഹത്തിന്റെ മകനും ആത്മഹത്യയിലേക്ക് നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഞാൻ എന്റെ കോൺഗ്രസിന്റെ സുഹൃത്തിനോട് ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ അവസാനം എല്ലാം കൂടി ഈ മരിച്ച വിജയേട്ടന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണല്ലോ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണല്ലോ ഇപ്പൊ അവസാനം നിങ്ങളുടെ ശ്രമം എന്ന് പറയുന്നത്. ഇപ്പൊ വിജയേട്ടൻ നല്ല കോൺഗ്രസിന്റെ പ്രവർത്തനമായിരുന്നു, ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. CPM-നെ നന്നായി അവിടെ പ്രതിരോധിക്കാൻ വേണ്ടി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ആൾ തന്നെയാണ്. ആ വിജയേട്ടൻ എങ്ങനെയാ മരിച്ചത്? മരിച്ച സമയത്ത് അദ്ദേഹം എഴുതി വെച്ച കത്ത് ഇപ്പൊ നിങ്ങളും കൂടി ഒന്ന് വായിച്ചു നോക്കണം. ഇത്രയും കാലഘട്ടം, എന്റെ ജീവിതകാലം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് അവസാനം ഈ പാർട്ടി തന്നെ എന്റെ മരണത്തിന് കാരണമായെന്ന് എഴുതി വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് NM വിജയൻ എത്തിച്ചില്ലേ?
അതിനകത്ത് കോൺഗ്രസ് എടുത്ത നിലപാട് നമുക്കിപ്പോ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു. 10 ദിവസം സമയം ചോദിച്ചെന്നാ പറഞ്ഞ KPCC പ്രസിഡന്റ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുൻപ് KPCCയുടെ ഭാഗത്ത് നിന്ന് തന്നെ അന്വേഷണം ഉണ്ടായിട്ടുണ്ട്, DCCയുടെ ഭാഗത്ത് നിന്ന് അന്വേഷണം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 21ഓളം ആളുകളെ ഇതിനകത്ത് തെളിവെടുപ്പിന്റെ ഭാഗമായി DCCയുടെ അന്വേഷണ കമ്മീഷന്റെ ഭാഗമായി പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് KPCCക്ക് പറഞ്ഞോട്ടെ സുഹൃത്തെ, അതാണ് പ്രശ്നം, അവിടെയാണ് പ്രശ്നം. നിങ്ങൾക്ക് അവിടെ കേവലം നിങ്ങൾ ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രാവുകളെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടാണ് അന്ന് KPCC സ്വീകരിച്ചത്. അതാണുള്ള സംഭവം. ഇവിടെ പുറത്തു വരുന്ന കാര്യം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഇവരെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഈ പണം കൈപ്പറ്റുകയും അത് പങ്കുവെക്കുകയും ചെയ്ത IC ബാലകൃഷ്ണനായാലും ND അപ്പച്ചനായാലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ ജില്ലയിലെ നേതാക്കന്മാരെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടാണ് അന്ന് KPCC സ്വീകരിച്ചത്. ഇപ്പോഴും ഈ വിഷയത്തിനകത്ത് വേറെ ആരുമല്ലല്ലോ കത്ത് എഴുതി വെച്ചത്. ഈ വിഷയം പാർട്ടിക്ക് മുമ്പാകെ കൊണ്ടുവന്നത് നിങ്ങളുടെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുകയും ജീവിക്കുകയും, നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ CPM-കാരുടെ മർദ്ദനമേൽക്കുകയും അതിനെതിരെ CPM-നെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുകയും ചെയ്ത NM വിജയൻ എഴുതി വെച്ച വാക്കുകളില്ലേ, ആ വാക്കുകൾ നിങ്ങൾ എന്തുകൊണ്ട് വിശ്വാസത്തിനെടുക്കുന്നില്ല? അതിനനുസരിച്ച് നടപടി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. പക്ഷെ അതിനിടയിൽ ശ്രീ KM ഫ്രാൻസിസ്, കുടുംബത്തെ കുറിച്ച് നേരത്തെ വസന്ത് പറഞ്ഞില്ലേ, കുടുംബ വിഷയങ്ങൾ ഞങ്ങൾ അത് എടുത്തിടാൻ ഉദ്ദേശിക്കുന്നില്ല, അത് ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്, അത് എടുത്തിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. CPM-ന്റെയും BJP-യുടെയും ഒക്കെ പണം വാങ്ങിക്കൊണ്ട് പ്രതികരിച്ച കുടുംബമെന്ന് കോൺഗ്രസിന് ആകെ പറയാൻ കഴിയുന്ന ഒരു കാര്യം ഇതല്ലേ ഉള്ളൂ അപർണെ, അല്ലെ? വേറെ എന്താ അവർക്ക് ഇതിനകത്ത് പറയാൻ കഴിയുന്നത്? ഈ വിഷയത്തിനകത്ത് അവരാകെ കൊണ്ടുവരുന്ന ഒരു ന്യായീകരണം പറയുന്നത് ഇതാണ്, അല്ലെ? വേറെ എന്തെങ്കിലും ഒരു ന്യായീകരണം കൊണ്ടുവരുന്നുണ്ടോ? എനിക്ക് പറയാൻ എന്തെങ്കിലും ഒരു കാരണം എന്ന് പറയുന്നത് ഈ കാരണം മാത്രമാണ്. അപ്പൊ അത് അത്രയും വില അതിനകത്ത് കൊടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞതല്ല, എന്തുകൊണ്ടാണ് സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ നേതൃത്വം ഈ വിഷയത്തിനകത്തെ ശക്തമായ നിലപാട് സ്വീകരിക്കാത്തത്? അത് പുറത്തു കൊണ്ടുവരുന്നത് ഇതിന്റെയൊക്കെ അഴിമതി എല്ലാ അന്വേഷണവും നടക്കട്ടെ എന്ന് വസന്ത് പറയുന്നു. അതാണ് നിലപാടെന്ന് പറയുന്നു. എല്ലാ അന്വേഷണവും നടക്കട്ടെ, എന്ത് വേണമെങ്കിലും പരിശോധിച്ചോട്ടെ, ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ വരെ പരിശോധിക്കട്ടെ എന്ന് പറയുന്നു. കോൺഗ്രസിന്റെ നേതൃത്വം പറഞ്ഞത് അത് ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ്, ഞങ്ങൾ ഇതിനകത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതല്ലേ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വമായി നിന്ന ഇവിടെ DCCയുടെ ട്രഷറായി നിന്ന NM വിജയന്റെ വാക്കുകൾ വിശ്വാസത്തിലെടുത്ത് IC ബാലകൃഷ്ണനെതിരെ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി KPCC തയ്യാറാവോ? IC ബാലകൃഷ്ണനെതിരെ വസന്ത്, ഈ അന്വേഷണം വേണമെന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള കോൺഗ്രസിന്റെ പൊള്ളത്തരം വസന്ത്, ഈ കേരളത്തിൽ സമാനമായ ഞാൻ വരാം ശ്രീ KM ഫ്രാൻസിസ്, അതിനുള്ള മറുപടി വസന്ത് മറുപടി. PP ദീപയുടെ വിഷയത്തിൽ എന്താ നിലപാട് സ്വീകരിച്ചത്? നിങ്ങൾ എന്താ നിലപാട് സ്വീകരിച്ചത്? ഒറ്റ സെക്കൻഡ് ആ ചോദ്യത്തിനുള്ള മറുപടി വസന്ത് അത് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അന്വേഷണം എന്ന് നിങ്ങൾ പറയുന്ന ആ പൊള്ളത്തരമുണ്ടല്ലോ വസന്ത്, അതൊരു വ്യക്തമായ ഒരു നിലപാടായി പറഞ്ഞുകൂടെ? ഈ വിഷയം തീരില്ലേ? അങ്ങനെ ഒരു നിലപാട് എന്താണ് UDF എടുക്കാത്തത്? എന്താണ് കോൺഗ്രസ് എടുക്കാത്തത്? ഫ്രാൻസിസിന്റെ 3 ചോദ്യങ്ങൾ, അങ്ങയുടെ അടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം. ഒന്നാമത്തെ ചോദ്യം ഫ്രാൻസിസ് പറഞ്ഞത്, നിങ്ങളുടെ KPCC അന്വേഷണ കമ്മീഷനെ വെച്ചില്ലേ വിജയേട്ടന്റെ പരാതിയിൽ? എന്നിട്ട് നിങ്ങൾ കണ്ണിൽ പൊടിയിട്ടില്ലേ? വെച്ചെന്നേ 2019 വിജയേട്ടൻ അടക്കമുള്ളവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഞങ്ങൾ അന്വേഷണ കമ്മീഷനെ വെച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ 24 പേരുടെ മൊഴിയെടുത്തു. അതിൽ വിജയേട്ടന്റെ മൊഴിയില്ല, പോട്ടെ. 24 പേരുടെ മൊഴിയെടുത്ത് ഞങ്ങൾ 2 പ്രധാനികളെയും 4 പേരെയും പുറത്താക്കി. ആ 2 പേർ അടിഞ്ഞത് നിങ്ങളുടെ മുനമ്പത്താണ്, നിങ്ങളുടെ വലയിലാണ് ആ സ്രാവുകൾ വന്നു വീണത്. ആ സ്രാവിൽ ഒരാളെ നിങ്ങൾ IC ബാലകൃഷ്ണനെതിരെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ വിജയേട്ടൻ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ, വിജയേട്ടൻ പറഞ്ഞതിനെല്ലാം CPM ഓൺ ചെയ്യുന്നെങ്കിൽ, നിങ്ങൾ വിജയേട്ടന്റെ ആരോപണത്തിൽ ഞങ്ങൾ കുറ്റക്കാരനാണ് എന്ന് ഞങ്ങളുടെ പാർട്ടി, വിജയേട്ടന്റെ പാർട്ടി കണ്ട് പുറത്താക്കിയ ആളെ നിങ്ങൾ നിയമസഭയിൽ മത്സരിപ്പിച്ചു. എന്തിനാ ഫ്രാൻസിസെ? 1. 2, ഫ്രാൻസിസ് പറഞ്ഞത് KPCC അധ്യക്ഷൻ പറഞ്ഞില്ലേ എന്ത്, ഞങ്ങളുടെ ആഭ്യന്തര കാര്യമല്ലേ, ഞങ്ങൾ അന്വേഷിച്ചോളാം. അങ്ങനെയല്ല പറഞ്ഞത്. KPCC അധ്യക്ഷൻ പറഞ്ഞത് ഇവിടെ പോലീസ് ഉണ്ടല്ലോ, പോലീസ് അന്വേഷിക്കട്ടെ. എന്നാൽ ശ്രീ വിജയൻ ഞങ്ങളുടെ DCCയുടെ ട്രഷറർ ആയിരുന്നു,
കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഞങ്ങളെ പ്രവർത്തകനാണിത്. നേരത്തെ ഫ്രാൻസിസ് പറഞ്ഞില്ലേ, CPM-നെ ചെറുത്തു നിൽക്കുന്ന ആ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായി ഫ്രാൻസിസ് അടക്കമുള്ള DYFI നേതാക്കളുടെ വീട്ടിൽ കയറിയുള്ള തല്ലുകൊണ്ട ഞങ്ങളുടെ നേതാവാണ്. ഞങ്ങൾ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. ആ നേതാവിന്റെ മരണത്തിൽ ഞങ്ങൾ അന്വേഷിക്കും. എന്താ പ്രശ്നം? ഫ്രാൻസിസിന് പ്രശ്നമുണ്ടോ? CPM-ന് പ്രശ്നമുണ്ടോ? ഞങ്ങൾ അന്വേഷണ കമ്മീഷനെ വെച്ചു, ഇനിയും വെക്കും. അത് അന്വേഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇനി അതിന്റെ പേരിൽ, വിജയേട്ടന്റെ മരണത്തിന്റെ പേരിൽ അങ്ങ് ലാഭമുണ്ടാക്കി കളഞ്ഞേക്കാം, ലാഭമുണ്ടാക്കി കളഞ്ഞേക്കാം അടുത്ത തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനും ഞങ്ങൾ മുമ്പിൽ ഉണ്ടാവും. ആ പ്രതിരോധമാണിത്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ മനസ്സിലാക്കുന്നത് വിജയേട്ടന്റെ മരണത്തിൽ കുടുംബ പ്രശ്നങ്ങളുണ്ട്, അതും അന്വേഷിക്കണം. വിജയേട്ടന്റെ ലെറ്റർ, ഈ ലെറ്റർ വന്നു എന്ന് പറയുന്നുണ്ടല്ലോ, ആ ലെറ്റർ വന്ന് 2 ദിവസമേ ആയിട്ടുള്ളൂ. അത് പാർട്ടി നേതൃത്വം പരിശോധിക്കാം എന്നവർക്ക് വാക്കു കൊടുത്തതാണ്. അതിനു മുമ്പേ അവർ വെളിയിലേക്ക് അത് വിടുന്നെങ്കിൽ അവർ തന്നെ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞതുപോലെ CPM-ഉം BJP-യുടെ പ്രലോഭനത്തിൽ വഴങ്ങിയാണോ എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ സംശയിക്കേണ്ടി വരില്ലേ? പിന്നെ 8 ദിവസത്തെ സാവകാശം ചോദിച്ചു. KPCC നേതൃത്വമോ പ്രതിപക്ഷ നേതാവോ അല്ല ഫ്രാൻസിസെ സാവകാശം ചോദിച്ചത്. ഈ പറയുന്ന വിജയേട്ടന്റെ മകനും മരുമകളും നേരിട്ട് വന്ന് ഞങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് 8 ദിവസം കൂടി ഉണ്ട്, അതായത് 10 ദിവസമാണ് ടോട്ടൽ സമയം. ഞങ്ങൾ വിജയേട്ടൻ തന്നെ പറഞ്ഞത് പ്രകാരം ഞങ്ങൾ 10 ദിവസം വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. ഇനി വിജയേട്ടന്റെ ആത്മഹത്യ കുറിപ്പിൽ പറയുന്നു തന്റെ മകന് ജോലി കൊടുത്തില്ല. അതാണല്ലോ ഒരു പ്രശ്നം. അതിനൊരു പ്രശ്നമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ മകൻ അവിടെ എന്ത് ചെയ്യുന്നു? സ്ഥിര ജോലിക്കാരനല്ലാതെ താൽക്കാലിക നിയമനത്തിൽ ജോലി ചെയ്യുന്നു. അങ്ങനെ ജോലി ചെയ്ത ഒരാൾക്ക് സ്ഥിര നിയമനം കൊടുക്കണമെങ്കിൽ ഈ സംസ്ഥാനത്തെയും രാജ്യത്തെയും നിയമപ്രകാരം എന്ത് ചെയ്യണം? എക്സാം എഴുതണം. വിജയേട്ടന്റെ ഈ മരണപ്പെട്ട മകൻ സ്ഥിര നിയമനവുമായി ബന്ധപ്പെട്ട ബാങ്കിലെ എക്സാം എഴുതിയിട്ടുണ്ടോ? ഫ്രാൻസിസിന് അറിയാമോ? എഴുതിയിട്ടില്ല. എക്സാം എഴുതാത്ത ഒരാളെ ഞങ്ങൾ സ്ഥിരമായി നിയമിച്ചാൽ നിങ്ങൾ തന്നെ നാളെ പ്രശ്നമാക്കും. വിജയേട്ടന്റെ അല്ല വസന്ത്, ഈ മകന് പകരമായി നിയമിച്ച ആളിൽ നിന്ന് കൈക്കൂലി വാങ്ങി, അത് ആത്മഹത്യാക്കുറിപ്പിലില്ലേ? നിങ്ങൾ ഈ പറയുന്ന വളരെ ചട്ടപ്പടി നടന്ന നിയമനം ഒക്കെ ആണെങ്കിൽ ഈ പകരമായി നിയമിച്ച ആളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയത് ആരാണ്? എന്തിനാണ്? ഇത് എവിടെയാണ് ചട്ടം? അപർണ, അതിലൊരു പ്രശ്നമുണ്ട്. ഞാനൊരു ജോലി പ്രതീക്ഷിച്ച് നിൽക്കുന്നു. അപ്പോ വേറൊരാള് ന്യൂസ് 18 ഞാനൊരു ജോലി പ്രതീക്ഷിക്കുന്നു. ഞാൻ അപർണയുടെ റെക്കമെൻഡേഷൻ എടുത്തിട്ടുണ്ട്. അതേസമയത്ത് ഫ്രാൻസിസ് വന്നു, പെട്ടെന്ന് ഫ്രാൻസിസിന് ജോലി കിട്ടി, എനിക്ക് ജോലി കിട്ടിയില്ല. അപ്പൊ സ്വാഭാവികമായും ഞാൻ ആരോപിക്കില്ലേ, ഫ്രാൻസിസിന്റെ കയ്യിൽ നിന്ന് അപർണ പൈസ മേടിച്ചു എന്ന് എനിക്ക് ആരോപിച്ചുകൂടെ? അങ്ങനെ ഒരു വൈകാരികതയാണ് അത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ അതിൽ അന്വേഷണം ഉണ്ടാവണം. ആ വൈകാരികതയിൽ 40 വർഷം പ്രവർത്തിച്ച പാർട്ടിയെ ഒറ്റിയിട്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തള്ളിയിട്ടിട്ടാണ് NM വിജയൻ ആത്മഹത്യ ചെയ്തത്. അതാണ് ഈ കോൺഗ്രസ് പറയുന്നതിന്റെ രത്ന ചുരുക്കം. അദ്ദേഹത്തിന്റെ കുടുംബ പ്രശ്നങ്ങളാണെങ്കിൽ അത് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം അതിനിടയിൽ പാർട്ടിയെ ഈ തരത്തിൽ എത്തിച്ച ശേഷം വേണമായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ കോൺഗ്രസ് പറയുന്നു. അതാണ് കുടുംബം പറയുന്നത്. വസന്ത, എത്ര ന്യായീകരിക്കുമ്പോഴും പറഞ്ഞു എത്തുന്നത് അവിടെ തന്നെയാണ്. അപർണ, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് ഈ ലെറ്ററിനെ പോലും ഞങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യം ഇല്ല. വിജയേട്ടൻ എഴുതിയതാണോ? ആ ലെറ്ററിൽ തന്നെ ആ ലെറ്ററിന്റെ വിശ്വാസ്യത കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നു. ഞാൻ തിരികെത്താം. ഒരു ചെറിയ ഇടവേള. ഞാൻ ഷിറാസിലേക്ക് അടക്കം തിരികെത്താം. വളരെ പെട്ടെന്ന്. BJP വയനാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവേല നമുക്കൊപ്പം ചേരുന്നു. ചില സാങ്കേതിക തകരാറുകളുണ്ട്. അദ്ദേഹമായി ടെലിഫോണിലാണ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പ്രശാന്ത് മലവേൽ, CPM-ഉം BJP-യും നിങ്ങളിൽ നിന്ന് പണം വാങ്ങി കുടുംബം നടത്തുന്ന കള്ളപ്രതികരണങ്ങൾ, അല്ലെങ്കിൽ ആത്മഹത്യാക്കുറിപ്പ് പോലും വിശ്വാസ്യതയില്ല, രാഷ്ട്രീയ നീക്കം നടത്തുന്നു CPM-ഉം അത് തന്നെ BJP-യും, പണം കൊടുത്തോ കുടുംബാംഗങ്ങൾക്ക്? ഈ രീതിയിൽ കോൺഗ്രസിനകത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ ഭിന്നത മുതലാക്കാൻ, അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കളമൊരുക്കാൻ? ഹലോ പ്രശാന്ത്, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ചോദിച്ചത് കേട്ടോ? കേട്ടു. ഇതില് 2 ഭാഗമുണ്ട്. അതായത് ഒന്ന്, ഇദ്ദേഹം ഒരു കോൺഗ്രസ് നേതാവാണ്. ഒരു കോൺഗ്രസ് നേതാവിന്റെ സമുന്നതനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ആത്മഹത്യ ചെയ്യുകയും തന്റെ മകനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ഇനി ഒന്നാമത്തെ ഭാഗം തന്നെ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കാം. അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു ഭാഗം കടബാധ്യത മൂലമാണ്. ഈ കടം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് പരിശോധിക്കുമ്പോൾ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്.
ഒരു 50 വർഷക്കാലം ദീർഘകാലം 50 വർഷക്കാലം ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾക്ക് ഏത് തരത്തിലാണെങ്കിലും കടബാധ്യത ഉണ്ടായത് മൂലം, വിഷമം മൂലം അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ മകനെ കൊല്ലുന്നു, മാനസിക വൈകല്യമുള്ള ഒരു മകനെ കൊല്ലുന്നു എന്ന് പറയപ്പെടുമ്പോൾ ആ കോൺഗ്രസ് പാർട്ടി അവരോട് കാണിച്ചിട്ടുള്ള നീതികേട്, അവരുടെ അത്രയും വലിയൊരു നേതാവിന് ഇത്രമാത്രം ദാരുണമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ട് അതിനെ സംരക്ഷിക്കാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യമുള്ള ഒരു പാർട്ടി, അതാണ് ഒന്നാമത്തെ ഭാഗം. ഇനി രണ്ടാമത്തെ ഭാഗം എടുത്ത് പരിശോധിച്ചാൽ ഈ മനുഷ്യൻ ചെയ്തിട്ടുള്ളത് ഈ പാർട്ടിക്ക് വേണ്ടി അടിയുറച്ച് നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോയിട്ടുള്ള ഒരാള്, ആ പാർട്ടിയുടെ മുഖം രക്ഷിക്കാനും ആ പാർട്ടിയുടെ നേതാക്കളുടെ പോക്കറ്റ് വീർപ്പിക്കാനും അടക്കം ഇദ്ദേഹം മുന്നിൽ നിന്നിട്ട് പല ആളുകളുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങി IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മുൻ DCC പ്രസിഡന്റും ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള IC ബാലകൃഷ്ണൻ കൊടുക്കുകയും അതേപോലെ തന്നെ ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് ഇതിൽ കണ്ണിയാവുകയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഒരു ഏറ്റവും വലിയ നേതാവായിട്ടുള്ള KK ഗോപിനാഥൻ മാഷ് ഇതിന് ഇടനിലക്കാരനായിട്ട് നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വസ്തുതകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വസ്തുതകളിൽ പൂർണ്ണമായിട്ടും ഒരു ഭാഗത്ത് പാർട്ടി മാത്രമാണ് കുറ്റക്കാർ, പാർട്ടിയുടെ നേതാക്കൾ മാത്രമാണ് കുറ്റക്കാർ, പാർട്ടി അദ്ദേഹത്തെ സംരക്ഷിച്ചിട്ടില്ല, അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള നിലപാടുകളും എടുക്കുന്നില്ല, തന്റെ മകന് പോലും മാനസിക വൈകല്യമുള്ള തന്റെ മകന് പോലും ഒരു പരിഗണനയും കൊടുക്കുന്നില്ല എന്നുള്ള ആ കൃത്യമായിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മകനെ കൊന്ന് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഒന്ന്. ഇനി രണ്ട്, ഇതിന്റെ മുഴുവൻ കണ്ണികളും നോക്കൂ. ആ മനുഷ്യനെ ഒരു മറയ്ക്കുള്ളിലാക്കിയിട്ട് ആ മനുഷ്യന്റെ വ്യക്തിപരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള സ്വാധീനം മനസ്സിലാക്കിക്കൊണ്ട് ഇതുപോലുള്ള കള്ളത്തരം മാത്രം മുതൽ മുടക്കായിട്ടുള്ള ഈ IC ബാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ, ആ മനുഷ്യനെ മുന്നിൽ നിർത്തി KK ഗോപിനാഥൻ മാഷിനെ പോലെയുള്ള ആളുകൾ ആ മനുഷ്യനെ മുന്നിൽ നിർത്തി ആളുകളുടെ കയ്യിൽ നിന്ന് മുഴുവൻ പണം വാങ്ങിച്ച് ഇവർ സുഖലോലുപരായി മുന്നോട്ട് പോകുന്നു. പാർട്ടി സംരക്ഷിക്കുന്നില്ല, ഇവർ തിരിച്ചു സംരക്ഷിക്കുന്നില്ല, ആരും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എന്നിട്ടും നോക്കൂ ആ മനുഷ്യന്റെ നീതി, ആ പാർട്ടിയോട് കാണിച്ചിട്ടുള്ള നീതി നോക്കൂ. മരണക്കുറിപ്പ് പോലും 10 ദിവസങ്ങൾക്ക് ശേഷമേ പുറത്തുവിടാൻ പാടൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തിനു വേണ്ടി? സ്വന്തം പാർട്ടിയെ സംരക്ഷിക്കാൻ. പക്ഷെ തിരിച്ചെന്താണ് ഈ കോൺഗ്രസുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കിപ്പോ പകൽ പോലെ വ്യക്തമാണ്. ആ മനുഷ്യന്റെ ആത്മഹത്യയും ആ കുട്ടിയുടെ കൊലപാതകത്തെയും പോലും ആ കുടുംബത്തിലെ 2 ആളുകളുടെ തലയിൽ വെച്ച്, മരുമകന്റെയും മകന്റെയും തലയിൽ വെച്ച് രക്ഷപ്പെടാനുള്ള തന്ത്രമല്ലേ ഈ കോൺഗ്രസുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ആത്മഹത്യക്കുറിപ്പ് വിശ്വസനീയമല്ല, അല്ലെങ്കിൽ അത് പരിശോധിക്കണം എന്ന് കൂടിയാണ് കോൺഗ്രസ് പാനലിസ്റ്റ് വസന്ത് തെങ്ങുപള്ളി പറയുന്നത്. അതായത് ഇതെല്ലാം കൂടെ ഇതിൽ കൃത്യമായിട്ടുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു, അതിൽ ചില കുടുംബ വിഷയങ്ങളുണ്ട്, അത് ഉയർത്തി കാണിക്കാനോ അത് എടുത്തിടാനോ കോൺഗ്രസ് ശ്രമിക്കുന്നില്ല എന്നുകൂടി പറയുന്നുണ്ട്, കൂട്ടിച്ചേർത്ത്. ഒരിക്കലുമല്ല. NM വിജയേട്ടനെ പോലെയുള്ള ആളുകളെ മനസ്സിലാക്കണമെങ്കിൽ, ഞാൻ ഈ വയനാട്ടുകാരനാണ്, വയനാട്ടിലെ എന്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് NM വിജയേട്ടന്റെ താമസ സ്ഥലവും, അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ടറിയാം അദ്ദേഹത്തിനെ പോലെയുള്ള ആള്. ഞാൻ ഇതിനു മുൻപൊക്കെ നിങ്ങളുടെ ചാനലിനടക്കം ഞാൻ ബൈറ്റ് കൊടുത്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആത്മഹത്യ കുറിപ്പുണ്ടാവും. കാരണം NM വിജയേട്ടനെ പോലെയുള്ള ആള് ഇവിടെ ഈ പാർട്ടി വളർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് ഇടതുപക്ഷത്തെയും അതുപോലെ തന്നെ BJPയും ഒക്കെ ശക്തമായി എതിർത്തിട്ട് തന്നെയാണ് അദ്ദേഹം ഇവിടെ പാർട്ടി വളർത്തിയിട്ടുള്ളത്. അദ്ദേഹം ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ ആത്മഹത്യ ചെയ്യും, മകനെ കൊന്ന് ആത്മഹത്യ ചെയ്യുന്നു എന്ന് വിശ്വസിക്കാൻ പാടുപെടുന്ന ആളുകളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ആത്മഹത്യാക്കുറിപ്പുണ്ട്, ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വസ്തുതാപരമായിട്ട് ശരിയാണ്. അദ്ദേഹത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് പരിശോധിച്ചാൽ അറിയാം, അദ്ദേഹത്തിന്റെ ഒപ്പ് പരിശോധിച്ചാൽ അറിയാം. അതിൽ എഴുതിയിരിക്കുന്ന വസ്തുതകൾ അദ്ദേഹം ഏത് കാലം മുതൽ ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിച്ച കാലം മുതൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം വരെ വളരെ കൃത്യമായിട്ട് ഡയറി തീർച്ചയായിട്ടും ഞാൻ തിരികെ വരാം. പ്രശാന്ത് മലവേൽ, ഞാൻ തിരികെ വരാം. ഷിറാസ് ഖാൻ, എങ്ങനെയാണ് BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളോട് പടവെട്ടി, അല്ലെങ്കിൽ അങ്ങനെ നിന്ന ഒരു 40 വർഷത്തോളം കോൺഗ്രസിൽ നിന്ന ഒരാള് എങ്ങനെ കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ മകനെയും കൊലപ്പെടുത്തി എങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്ന് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിക്കാരനല്ല. അപ്പോഴും ഈ ആത്മഹത്യാക്കുറിപ്പിൽ വിശ്വസനീയതയില്ല എന്ന് കോൺഗ്രസ് പറയുന്നു. ഹാൻഡ് റൈറ്റിംഗ് പരിശോധന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതൊന്നുമില്ലാതെ ഈ തരത്തിൽ ഒരു അഭിപ്രായം പറയുമ്പോൾ അത്
കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ളവരുടെ ഒരു നിലപാട് മാത്രമാണെന്നും അവിടെയുള്ള NM വിജയനെ അറിയുന്ന സാധാരണക്കാരുള്ള കോൺഗ്രസ് പ്രവർത്തകർ അത് തന്നെയാണ് കരുതുന്നതെന്നും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? സജീവ ചർച്ചകൾ നടന്നിരുന്ന പല പാർട്ടി ഗ്രൂപ്പുകളും അഡ്മിൻ ഓൺലി ആക്കി മാറ്റി. അതായത് ഇനി ആരും ഒന്നും പറയണ്ട, ഇനി ആരും ഒരു പ്രതികരണവും നടത്തണ്ട, അങ്ങനെ വായ മൂടിക്കെട്ടാനുള്ള ഒരു നീക്കം അവിടെ നടക്കുന്നുണ്ട്. അതല്ലേ സത്യം? അല്ലേ, സീസറുടെ ഭാര്യ പരിശുദ്ധയായിരിക്കണം എന്ന ചൊല്ലാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. കോൺഗ്രസ്സുകാർ കമ്മ്യൂണിസ്റ്റുകാരെ പോലെയോ BJPക്കാരെ പോലെയോ കഴിയേണ്ടവരല്ല. കോൺഗ്രസ്സിനൊരു ധാർമ്മികതയുണ്ട്. ആ ധാർമ്മികത മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യേണ്ടതല്ല. അച്ചടക്കത്തിൻ്റെ വാള് കാട്ടി അഭിപ്രായങ്ങൾ തടഞ്ഞു വയ്ക്കേണ്ട പാരമ്പര്യം കോൺഗ്രസ് പാർട്ടിക്കില്ല. ഇവിടെ 40 വർഷക്കാലം പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത ഒരാൾ അദ്ദേഹം കടബാധ്യതയിൽ മരണപ്പെടുമ്പോൾ അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് പാർട്ടി വിലയിരുത്തണ്ടേ? അത് പോലീസ് കേസെടുത്തോട്ടെ, മറ്റു കാര്യങ്ങളെന്തോ ആയിക്കോട്ടെ, അതൊക്കെ ശരി തന്നെയാണ്. ആ സ്റ്റാൻഡൊക്കെ ഇതിൻ്റെ ഇടയിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന മുതലക്കണ്ണുനീരൊക്കെ കേവലം രാഷ്ട്രീയം മാത്രമാണ്. പക്ഷേ ഇതിനകത്തൊരു ധാർമ്മികമായൊരു വശമുണ്ട്. കോൺഗ്രസ്സുകാരൻ ആത്മഹത്യയിലേക്ക് പോകുന്നൊരു സാഹചര്യം വന്നാൽ അത് കുടുംബത്തിലൊരാളുടെ ഒരു പ്രശ്നം നമ്മൾ കണ്ടില്ല എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലൊരാൾ പട്ടിണി കിടക്കുന്നത് നമ്മൾ കണ്ടില്ല എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ തറവാടെത്തി നിൽക്കുന്നു എന്ന് കോൺഗ്രസ് പ്രവർത്തകർ മനസ്സിലാക്കുന്നു. കോൺഗ്രസ് നേതൃത്വവും അത് തിരിച്ചറിയണം. എന്നാൽ മാത്രമേ നമ്മുടെ പാർട്ടി നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റത്തുള്ളൂ. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് ഞാനിത് പറയുമ്പോൾ, ഈ അവസരത്തിൽ പറയുമ്പോൾ അതൊരു അനവസരത്തിലെ സംസാരമായി കോൺഗ്രസ് പ്രവർത്തകർക്ക് തോന്നുമായിരിക്കാം. പക്ഷേ ഇത് എവിടെയെങ്കിലും പറയണ്ടേ? പാർട്ടി പ്രവർത്തകൻ ഇന്ന് പരിഗണിക്കപ്പെടുന്നുണ്ടോ? സതീശൻ പാച്ചേനി, KSU നേതാവായിരുന്ന സതീശൻ പാച്ചേനി, കോൺഗ്രസ് നേതാവായിരുന്ന സതീശൻ പാച്ചേനി അകാലത്തിൽ മരണപ്പെടുവാനുണ്ടായ സാഹചര്യം ഒരു പക്ഷേ അത് വലിയ കടബാധ്യതയിലായിരുന്നു എന്നുള്ളത് മരണം കഴിഞ്ഞപ്പോഴാണ് പാർട്ടി നേതൃത്വം അറിയുന്നത്. രാജ്യസഭാ സീറ്റ് ഉൾപ്പെടെ അദ്ദേഹത്തിനെ പരിഗണിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ അകാലത്തിലുള്ള മരണം ഒഴിവാക്കപ്പെടാമായിരുന്നു. കടബാധ്യതയിലാണ് സാധാരണ പാർട്ടി പ്രവർത്തകൻ. എല്ലാ പാർട്ടി പരിപാടികളും സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും കടബാധ്യത നാളെകളിൽ പരിഹാരമുണ്ടാകുമെന്ന് കരുതി സ്വന്തം പോക്കറ്റിൽ നിന്ന് കുറേശ്ശെ ചിലവായി വലിയ കടബാധ്യതകളിലേക്ക് എത്തി നിൽക്കുന്ന സാധാരണ പാർട്ടി പ്രവർത്തകൻ, താഴെത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകൻ, താഴെത്തട്ടിലുള്ള പാർട്ടി നേതാവ്. ഷിറാസ്, അതേപോലെയുള്ള ഒരു ടാർഗറ്റിംഗ് ഇവിടെ അല്ലാതെ നടക്കുന്നുള്ളൂ? നേരത്തെ വസന്ത് ചോദിച്ച പോലെ ഈ KPCC പ്രസിഡന്റിന് കൊടുത്ത പരാതി IC ബാലകൃഷ്ണനെതിരെ അതെങ്ങനെ പുറത്തു വന്നു? അപ്പോൾ IC ബാലകൃഷ്ണനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്വാഭാവികമായിട്ട് അതല്ലേ അന്വേഷിക്കേണ്ടത്. KPCC പ്രസിഡന്റ് കൊടുത്തൊരു പരാതി എങ്ങനെയാണ് പുറത്തു വരുന്നത്? സ്വാഭാവികമായിട്ട് IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് സാമ്പത്തികമായി നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളൊരു മനുഷ്യനൊന്നുമല്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോഴാണ് കത്തിൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് സംശയം വരുന്നത്. സ്വാഭാവികമായിട്ട് പാർട്ടിക്കാർക്ക് IC ബാലകൃഷ്ണനെ കുറിച്ച് അറിയാവുന്ന ഒരാൾക്ക് ഈ കത്തിൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് ഒരു സംശയം വരാം, സ്വാഭാവികമാണ്. പക്ഷേ എന്തു തന്നെയായാലും ഇവിടുത്തെ വിഷയം അതല്ല, ധാർമ്മികതയുടെ വിഷയമാണ്. പാർട്ടി പ്രവർത്തകനെ തിരിച്ചറിയുന്ന സാഹചര്യം ഇന്ന് അവസാനിച്ചിരിക്കുന്നു. കൂട്ടത്തിലൊരാൾ പട്ടിണി കിടക്കുന്നത്, കൂട്ടത്തിലൊരാൾ വേദന അനുഭവിക്കുന്നത്, കൂട്ടത്തിലൊരാളിൻ്റെ രക്തം ഈ പാർട്ടിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവനെ പരിഗണിക്കുന്നതിൽ പാർട്ടി നേതൃത്വത്തിന് വരുന്ന വീഴ്ച, അതൊക്കെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഈ പാർട്ടി വലിയ അപകടത്തിലേക്കായിരിക്കും ചെന്നു പോകുന്നത്. ഓക്കെ, സഹാനുഭൂതി, ധാർമ്മികത, വസന്ത തെങ്ങുംപള്ളി പല ചർച്ചകളിലും നിങ്ങൾ വിരൽ ചൂണ്ടി CPMനോട് പറഞ്ഞ ആ കുറേ വാചകങ്ങളും വാക്കുകളും ഒക്കെ ഉണ്ട്. സതീശൻ പാച്ചേനി തൊട്ട് ഇതാ NM വിജയൻ വരെ ചെന്ന് നിൽക്കുന്നു. ഇത്തരം ചില വിഷയങ്ങൾ ഇത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല, അത് ജനറലി പാർട്ടി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്ത് രാഷ്ട്രീയ നേട്ടം അപ്പുറത്ത് ഉണ്ടാക്കാൻ മറ്റേത് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചില്ലെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വേദനിപ്പിക്കുന്നത് സാധാരണ പ്രവർത്തകരെയാണ് എന്നുള്ളത് ഇത് ആദ്യമായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ, ആദ്യമായിട്ട് ഉയരുന്ന അഭിപ്രായങ്ങളും അല്ലല്ലോ. അല്ല അപർണ, ഞങ്ങളെ സംബന്ധിച്ച്, അതായത് പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ ഈ വിഷയത്തിൽ മറ്റു വിഷയങ്ങളിൽ CPMോ BJP എടുത്ത ഏത് നിലപാടാണ് എടുത്തിട്ടുള്ളത്? ഞങ്ങൾ ഈ വിഷയത്തിൽ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞില്ല. ആ അന്വേഷണത്തെ തടുക്കാൻ വേണ്ടി ഞങ്ങൾ ഏതെങ്കിലും ഉന്നത അഭിഭാഷകനെ സുപ്രീം കോടതിയിൽ നിന്ന് കോടിക്കണക്കിന് സിറ്റിംഗ് ഫീ കൊണ്ടുവന്നില്ല. ഞങ്ങൾക്ക് പാർട്ടി ഫണ്ടല്ലേ ഉള്ളൂ, ഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറ്റില്ലല്ലോ, പിണറായി കൊടുക്കുന്നത് പോലെ. പാർട്ടി ഫണ്ടിൽ നിന്ന് എടുത്തു കൊടുത്ത് അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല. ഇനി ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? IC ബാലകൃഷ്ണനോട് രാജിവെക്കാൻ ആവശ്യപ്പെടുക എന്നുള്ളതാണ്. അതാണുള്ള ഒരു പോസിബിളായ ഒരു സൊല്യൂഷൻ ഇതിൽ പാർട്ടിക്ക് കൈക്കൊള്ളാൻ സാധിക്കുക. പക്ഷേ
ഞങ്ങളെ സംബന്ധിച്ച് ശ്രീ IC തന്നെ ഏറ്റവും ആദ്യം പോലീസിന് പരാതി കൊടുക്കുന്നു, ഇതിൽ അന്വേഷണം നടക്കണം. കോൺഗ്രസ് പാർട്ടി ഇത് ആവശ്യപ്പെടുന്നു. ആ അന്വേഷണം നടക്കട്ടെ. അതിനോടൊപ്പം തന്നെ ഞങ്ങളൊരു അന്വേഷണ കമ്മീഷനെ വെക്കുന്നു. ആ കമ്മീഷന്റെ റിപ്പോർട്ട് വരട്ടെ. അപ്പോ ഇതിനു മുമ്പും വയനാട് അന്വേഷണ കമ്മീഷനെ KPCC വെച്ചിട്ടില്ലേ? ആ റിപ്പോർട്ട് ഞങ്ങൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയല്ലല്ലോ ചെയ്തത്. അല്ലെങ്കിൽ തീവ്രത കുറവാണ് എന്ന് ശ്രീമതി ടീച്ചർ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ബാലൻ കമ്മീഷൻ പറഞ്ഞതുപോലെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ സംരക്ഷിക്കേണ്ട ആളുടെ മുഴുവൻ സംരക്ഷിച്ചിട്ടുണ്ട്. സംരക്ഷിക്കേണ്ട ആളുടെ മുഴുവൻ സംരക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ആത്മഹത്യ പ്രവർത്തകരുടെ ആത്മഹത്യ പറയുന്നെങ്കിൽ ഫ്രാൻസിസേ CPM-ന്റെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ. അല്ലല്ല, ഞാൻ നിങ്ങളിവിടെ പറഞ്ഞല്ലോ അതായത് നിങ്ങൾ അന്വേഷണ കമ്മീഷൻ നടത്തി ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ചു, കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ട ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിനകത്ത് മടക്കിമല സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട നിയമനത്തിന് വേണ്ടിയിട്ടാണ് പണം വാങ്ങിയതിന്റെ കാര്യം പറയുന്നത്. നിങ്ങൾ വയനാട്ടിലെ കോൺഗ്രസ്സുകാരൊന്ന് വിളിച്ചു ചോദിക്കണം. മടക്കിമല സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് കൽപ്പറ്റ മണ്ഡലത്തിനകത്ത് വരുന്ന സ്ഥലമാണ്. മടക്കിമല സർവീസ് സഹകരണ ബാങ്ക് പൂതാടി സർവീസ് സഹകരണ ബാങ്കിനകത്തും സമാനമായിട്ടുള്ള ആരോപണമുണ്ട്. പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു വിഷയമാണ്. ബത്തേരിയിലെ കോൺഗ്രസ്സുകാരെ മാത്രം, പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ്സുകാരെ മാത്രം നടപടി സ്വീകരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന വസ്തുതയല്ല അന്വേഷണ കമ്മീഷന്റെ ഭാഗമായിട്ട് ഉണ്ടായെന്ന് ഈ വയനാട്ടിലെ മനസാക്ഷിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പൊ നിങ്ങൾ അന്വേഷണ കമ്മീഷന്റെ ഭാഗമായിട്ട് കൃത്യമായ തെളിവുകൾ നിങ്ങൾക്ക് കിട്ടി, ആരൊക്കെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തി. പക്ഷെ സംരക്ഷിക്കേണ്ട ആളുകളെ കൃത്യമായി സംരക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ നടപടി ഉണ്ടായിട്ടുള്ളത്. അതാണ് ഞങ്ങൾക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസം. നിങ്ങൾ നടപടി എടുത്തതല്ല, നിങ്ങൾ സംരക്ഷിക്കേണ്ട ആളുകളെ സംരക്ഷിച്ചാണ് നടപടി സ്വീകരിച്ചത്. ഉത്തരം പറയാം. അതെ പറഞ്ഞോ. എന്തായാലും ഇവിടെ DCC പ്രസിഡന്റിനെതിരെയും കത്ത് വന്നിരിക്കുകയാണ്. IC ബാലകൃഷ്ണന്റെ പേര് വന്നിരിക്കുകയാണ്. നിങ്ങൾ കോൺഗ്രസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചല്ലോ. DCC പ്രസിഡന്റിനെതിരെ അല്ല, ഞാൻ പറഞ്ഞ നിങ്ങൾ കോൺഗ്രസ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പലന്ന് പറയാണ്. DCC പ്രസിഡന്റിനെതിരെ പേര് വന്നിട്ടുണ്ട്. വേണ്ട, നിങ്ങളുടെ ഉപദേശം വേണ്ട. പിണറായി വിജയൻ ഉപദേശം പിന്നല്ലേ ഫ്രാൻസിസ്. പക്ഷെ ഫ്രാൻസിസ് അതിനിടയിൽ ഒന്ന് ചോദിച്ചോട്ടെ ഫ്രാൻസിസ്, ഇതിനകത്ത് ചില കളികൾ നടക്കുന്നു. KPCC പ്രസിഡന്റ് കൊടുത്ത കത്ത് പുറത്തു വരുന്നു. ഇത് അന്വേഷിക്കണം എന്നാണല്ലോ IC ബാലകൃഷ്ണൻ തുടക്കം തൊട്ടേ പറയുന്നത്. പാർട്ടി കാര്യമല്ലേ, ആഭ്യന്തര വിഷയമല്ലേ എന്ന് പറയുന്നത് KPCC പ്രസിഡന്റാണ്. അതായത് പാർട്ടിക്കകത്ത് കൃത്യമായ ഒരു വിഷയം ഇതിനകത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് അല്ല, അപർണ ചോദിച്ചൊരു മറുപടി പറഞ്ഞോട്ടെ. ഞാൻ എല്ലാം കൂടെ ചേർത്ത് വസന്തിലേക്ക് വരാം. ജസ്റ്റ് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഈ വയനാട് ജില്ലയിലെ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളിൽ നിയമനത്തിന് അർഹതപ്പെട്ട ആളാരാ? കാലാകാലങ്ങളായി കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കുന്ന, അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തകരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ. അവർക്ക് അർഹതപ്പെട്ട, ഇല്ലെങ്കിൽ ആ അർത്ഥത്തിൽ നിയമനത്തിന്റെ ഭാഗമായി പരീക്ഷ നടത്തി ആ പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച ആളുകൾ. ഇത്തരത്തിൽ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ നിയമനത്തിന്റെ ഭാഗമായി ഈ കോൺഗ്രസിന് അകത്ത് തന്നെ ഇത്തരം അഴിമതി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നേ. നിങ്ങൾ നേരത്തെ പറഞ്ഞ വസ്തുതയുണ്ട്. ചില ഗ്രൂപ്പുകളിലൊന്നും അഡ്മിൻ ഓൺലി മാത്രമാക്കിക്കൊണ്ട് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവസരം ഇപ്പോൾ ഇല്ലാതാക്കുകയാണ്. കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർ നിശ്ചയിച്ചിരിക്കുന്ന നിലപാട് പുറത്തു കൊണ്ടുവരണം ആഗ്രഹിക്കുന്ന കോൺഗ്രസിനകത്തുള്ള ആളുകളുണ്ടാവും. പക്ഷെ ഇവിടെ കത്ത് കൊണ്ടുവന്നത് മാധ്യമങ്ങൾ ആദ്യമായി ബ്രേക്ക് ചെയ്തത് സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾക്കറിയാം അത് എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ളത്. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച വിഷയത്തിനകത്തും മാധ്യമങ്ങൾ എന്ന നിലയ്ക്കാണ് അത് പുറത്തു കൊണ്ടിരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇത് കോൺഗ്രസിനകത്തും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടെന്ന് മനസ്സിലാക്കണം. കാരണം അതാണ് വിഷയം. ഞാൻ അഡ്വക്കേറ്റ് വസന്തിലേക്ക് വിളി, അത് കത്തുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം കൂടി ഞാൻ വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേള കൂടി. അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, കത്ത് പുറത്ത് വിട്ടിരിക്കുന്നത് അത് CPM-ഓ അത് BJP-യോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രതിയോഗികളോ അല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട് DYFIയുടെ വയനാട് ജില്ലാ പ്രസിഡന്റ്. ശരിയല്ലേ? ആ കത്ത് പുറത്തു പോയത് നിങ്ങളുടെ പാർട്ടിക്ക് അകത്തുനിന്ന് അല്ലെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് ആ കത്ത് പുറത്തു പോയിട്ടുണ്ടാവുക? ഫ്രാൻസിസ്,
ഫ്രാൻസിസ് ഈ ചർച്ചയിൽ പറഞ്ഞതെല്ലാം സത്യമാണ്. പക്ഷെ ആ സത്യങ്ങൾ മുഴുവൻ കള്ളങ്ങളായാണ് അവതരിപ്പിച്ചത്. അതായത് ഒരു ക്രൊണോളജിക്കൽ മിസ്റ്റേക്ക് ഈ കാര്യങ്ങളിലെല്ലാം ഉണ്ട്. അദ്ദേഹം ഒന്ന് ചോദിച്ചു, നിങ്ങൾ KPCCയുടെ അന്വേഷണ കമ്മീഷൻ എന്തിനു വേണ്ടിയാണ് മൊഴിയെടുക്കാൻ വന്നത്? ഞങ്ങളുടെ അന്വേഷണ കമ്മീഷൻ മൊഴിയെടുക്കാൻ വന്നത് അർബൻ കോർപ്പറേറ്റീവ് ബാങ്കിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ശ്രീ വിജയൻ അടക്കമുള്ള ഞങ്ങളുടെ ഭാരവാഹികൾ KPCCക്കും DCCക്കും നൽകിയ പരാതിന്മേലാണ്. മനസ്സിലായല്ലോ? അർബൻ കോർപ്പറേറ്റീവ് ബാങ്ക്. ആ കോർപ്പറേറ്റീവ് ബാങ്കിൽ അന്ന് ഞങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തി പുറത്താക്കിയവരെയാണ് നിങ്ങൾ നിയമസഭയിൽ മത്സരിപ്പിച്ചത്. ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു ചോദ്യം ഇതാ, പാർട്ടി പ്രവർത്തകർ ആത്മഹത്യ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന് ചോദിച്ചാൽ, ഒരു വരദരാജനെ അറിയാമോ ഫ്രാൻസിസെ? തമിഴ്നാട്ടിൽ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു. അവസാനം വരദരാജന്റെ ആത്മഹത്യാ ലെറ്റർ വെളിയിൽ വന്നു. എന്തായിരുന്നു എന്നറിയാമോ? നിങ്ങളുടെ PB അടക്കം, നിങ്ങളുടെ സെൻട്രൽ കമ്മിറ്റി അടക്കം ജീവിക്കാൻ അനുവദിക്കാതെ വേട്ടയാടുന്നു എന്നുള്ളതായിരുന്നു. എന്നിട്ട് നിങ്ങളുടെ തമിഴ്നാട് ഘടകവും ഇപ്പുറത്ത് കേരളത്തിലെ ഘടകവും ഒരു പ്രതിഷേധ സമരം പോലും നടത്തിയില്ലല്ലോ. ആ അന്വേഷണം എവിടെ പോയി നിൽക്കുന്നു? അപ്പൊ നിങ്ങൾ വലിയ ഞങ്ങളെല്ലാം പരിശുദ്ധരാണ് എന്നുള്ള മേനിച്ച തൽക്കാലം പിണറായി പോലീസ് അവിടുത്തെ പോലീസ് അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വോട്ട് ചെയ്യുന്നുണ്ടല്ലോ. പറയട്ടെ, ആ അന്വേഷണം അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് സമരം ചെയ്തില്ല? അങ്ങ് നേരത്തെ അങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അല്ല, പക്ഷേ അത് നമുക്ക് ഒന്ന് ചുരുക്കിക്കൊണ്ട് വസന്ത്, ഈ കത്ത് പുറത്തുവിട്ടത്, അത് KPCC പ്രസിഡന്റ് കൊടുത്ത കത്ത് പുറത്തുവിട്ടത്, അത് പാർട്ടിക്കകത്ത് നിന്ന് അല്ലെങ്കിൽ പിന്നെ CPM കാരാണോ? ഏത് കത്ത്? അല്ല, ആത്മഹത്യാക്കുറിപ്പിന്റെ കാര്യമാണ് അങ്ങ് ചോദിക്കുന്നതെങ്കിൽ അത് കുടുംബമല്ലേ വെളിയിൽ വിടുന്നത്? അല്ലാതെ മറ്റൊരു കത്ത് ഞങ്ങളുടെ മുമ്പിലില്ല. ഇത് ഉണ്ടെന്ന് നിങ്ങളാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹം വേറൊരു കാര്യം കൂടി ചോദിച്ചു, ആ എഗ്രിമെന്റിന്റെ കാര്യം. ആ എഗ്രിമെന്റ് 2 പേരാണ് എഗ്രിമെന്റ് ഹോൾഡേഴ്സ്. ഫ്രാൻസിസിന് അറിയാമോ എന്ന് എനിക്കറിയില്ല. ആ എഗ്രിമെന്റിലെ 2 പാർട്ടീസിൽ ഒരു പാർട്ടി മരിച്ചുപോയി, വിജയൻ. രണ്ടാമത്തെ പാർട്ടി പീറ്ററാണ്. ആ പീറ്റർ മാധ്യമങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു എഗ്രിമെന്റിനെ പറ്റി ചോദിക്കുമ്പോൾ എനിക്ക് പ്രതികരിക്കാനേ ഇല്ല എന്ന് പറയുകയാണ്. ആ എഗ്രിമെന്റ് ഇവിടെയാണ് ഡിവൈഎഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അവിടെ MLA ആയി IC ബാലകൃഷ്ണൻ ഇപ്പോഴും നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇതിനകത്തെ പ്രധാനപ്പെട്ട ഈ പണം കൊടുത്ത ആളുകൾ, പ്രധാനപ്പെട്ട സാക്ഷികളായ ആളുകൾ, അവരിപ്പോഴും MLA എന്ന് പറഞ്ഞ IC ബാലകൃഷ്ണന്റെ അധികാരത്തെ പേടിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു അന്വേഷണം ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാലേ, അവിടെ പീറ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ പണം കൊടുത്ത കാര്യത്തിൽ യാതൊരു തരത്തിലും നിഷേധം സ്വീകരിച്ചിട്ടില്ല. അവര് പണം കൊടുത്തു തന്നെയാ പറയുന്നത്. ശരി ഷിറാസ്, ഈ കത്ത്, ഈ ആത്മഹത്യ കുറിപ്പ് അല്ലാതെ മറ്റൊരു കത്തുമില്ല. KPCC പ്രസിഡന്റ് കൊടുത്ത കത്തൊന്നും പാർട്ടിയുടെ മുന്നിലില്ല. വസന്ത് പറയാം, ഞാൻ വരാം വസന്ത്. എനിക്ക് ആ ഒരു ചെറിയ കൺഫ്യൂഷൻ. KPCC പ്രസിഡന്റ് ബാക്കി വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് വസ്തുതയ്ക്കകത്ത് നിന്നുകൊണ്ട് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അല്ല, ഒറ്റ സെക്കൻഡ് വസന്ത്, ഒറ്റ സെക്കൻഡ് ഫ്രാൻസിസ്, ഞാൻ വരുന്നു. ഷിറാസ്, പിന്നെ എനിക്ക് വസന്തിനോടും പറയാനുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രവർത്തകർ, പാർട്ടിയിലൊരു വിഷയം വരുമ്പോൾ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും BJP ഒന്നും നോക്കി പഠിക്കേണ്ട കാര്യം, എന്തിനേയും നമ്മൾ ന്യായീകരിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. കത്ത് KPCC ഒരു പരാതി കൊടുത്തിട്ടുണ്ട് എങ്കിൽ, അത് പുറത്തു പോയിട്ടുണ്ട് എങ്കിൽ, അത് പുറത്തു പോയതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടാവും. അത് അന്വേഷിക്കപ്പെടണം. പിന്നെ പാർട്ടി, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സീസറുടെ ഭാര്യ ശുദ്ധയായിരിക്കണം. അതൊരു കൺസെപ്റ്റാണ്. കോൺഗ്രസ് പ്രവർത്തകൻ പരിശുദ്ധനായിരിക്കണം. അവിടെ ആരോപണ വിധേയരായവർ അല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. പാർട്ടി പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകൻ ഒരു CPM-കാരെ പോലെയല്ല. ഇപ്പോൾ നമുക്ക് നവീൻ ബാബുവിൻ്റെ മരണത്തിനെതിരെ അന്വേഷിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് CPM-നാവാം. പക്ഷേ കോൺഗ്രസിനൊരു ധാർമ്മികതയുണ്ട്. അത് ജനപക്ഷത്ത് നിൽക്കുന്ന പാർട്ടിയാണ്, ജനങ്ങളുടെ പാർട്ടിയാണ്. അവിടെ ഈ വലിയ ചട്ടക്കൂടുള്ളൊരു പ്രസ്ഥാനമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ധാർമ്മികതയ്ക്ക് അകത്ത് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കണം. ഇവിടെ ഒരു പാർട്ടി പ്രവർത്തകൻ്റെ മരണം, അതാണ് പാർട്ടി പ്രവർത്തകൻ ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യം. അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. പാർട്ടിക്കകത്ത് സംരക്ഷണം കിട്ടുന്നില്ല എന്ന് ഉള്ള കാര്യം എനിക്കും വസന്തിനും അറിയാം. പാർട്ടിക്കകത്ത് സുരക്ഷിതത്വമില്ല ഒരു സാധാരണ പ്രവർത്തകന്. ആ നില മാറണം. പാർട്ടി പ്രവർത്തകൻ്റെ അവസ്ഥ പരസ്പരം ചർച്ച ചെയ്യപ്പെടാൻ പറ്റണം. നേതൃത്വവും പ്രവർത്തകരും തമ്മിലുള്ള അകലം അധികാരത്തിൻ്റെ ഇടനാഴികളിൽ മാത്രം തളച്ചിടപ്പെടേണ്ടതല്ല. ആ അകലം കുറഞ്ഞ് വ്യക്തിബന്ധങ്ങളായിട്ട് കുടുംബ ബന്ധങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഈ പാർട്ടിക്ക് പറ്റിയില്ല എങ്കിൽ ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും. ആ ആവർത്തിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടിയായിരിക്കണം നമ്മുടെ വാക്കുകൾ നമ്മൾ ചിലവഴിക്കേണ്ടത്. ചില സമയങ്ങളിൽ നമ്മൾ നിശബ്ദരാകണം, ചില സമയങ്ങളിൽ നമ്മൾ പറയേണ്ടത് പറയണം. അവിടെ അനാവശ്യമായ ന്യായീകരണങ്ങളുടെ പ്രസക്തിയില്ല.
ഓക്കെ, അതായത് ഇതിനകത്തൊരു രാഷ്ട്രീയ നീക്കം CPM-ഉം BJP-യും നടത്തുന്നു എന്നുള്ള വസന്തിന്റെ ആ ആരോപണമുണ്ടല്ലോ. ഷിറാസ് അത്തരത്തിൽ ആരോപണമില്ല. അത് ഒന്നുകിൽ പാർട്ടിക്കകത്ത് നിൽക്കുന്നവർ പറയണം, അവർക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിൽ പുറത്തു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പറയും. അതല്ലേ സത്യം? അല്ലേ ഷിറാസ്? അതെ, തീർച്ചയായിട്ടും. ഓക്കെ, വസന്ത മറുപടി, എന്നിട്ട് ഞാൻ ഫ്രാൻസിലേക്ക് വരാം. അല്ല, ഷിറാസിന് ഞാൻ മറുപടി പറയുന്നില്ല. കാര്യം ഞങ്ങള് ഒന്ന്, അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ഏത് ഭാരവാഹിത്വത്തിലാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയില്ല. രണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന് മറുപടി പറയാനോ അദ്ദേഹത്തെ പ്രതിരോധിക്കേണ്ട ആവശ്യമോ എനിക്കില്ല. ഞങ്ങൾ സഹോദരങ്ങളാണ്, ഒരേ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. എനിക്ക് ഉത്തരം മുഴുവൻ ഡിവൈഎഫ്ഐയോടും CPM-നോടും. അല്ല, ഇതിനൊരു വിഷയം വസന്ത, ഇത് വയനാട്ടിലും ഇതാണ് പ്രശ്നം. അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പ്രതികരണങ്ങളും ചർച്ചകളോടും ഈ അനുഭവമാണ്. വസന്ത് ഇപ്പൊ പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ, അവരോട് മറുപടി. നിങ്ങൾ രാഷ്ട്രീയ പ്രതികരണത്തിനാണ് നിൽക്കുന്നത്. നിങ്ങളുടെ പാർട്ടിക്കകത്തുണ്ടാകുന്ന വേദനയും പ്രതികരണങ്ങളും നിങ്ങൾക്ക് കേൾക്കണ്ട, അതിന് നിങ്ങൾക്ക് മറുപടിയില്ല. അവിടുത്തെ പ്രവർത്തകരെ കൂടി കേൾക്കാനാണ് നാളെ KPCC-യുടെ അന്വേഷണ കമ്മീഷൻ വയനാട്ടിലേക്ക് വരുന്നത്. ഫ്രാൻസിസ് ചോദിച്ചില്ലേ നിങ്ങൾ എന്തിനാണ് അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ പ്രവർത്തകരെ കേൾക്കാനും ഞങ്ങളുടെ പ്രവർത്തകരിൽ ചിലരെങ്കിലും അവിടെ ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി തന്നെയാണ്. ഞാൻ അന്വേഷിക്കുന്ന എന്തിനാന്നല്ല, നിങ്ങൾ അന്വേഷിച്ചതിൽ കാര്യമില്ലെന്നാ പറഞ്ഞത്. നിങ്ങൾ അന്വേഷിച്ചതിൽ കാര്യമില്ലാന്ന് പറഞ്ഞത്. നിങ്ങൾ അന്വേഷിക്കുന്ന എന്തിനാണല്ലോ ഒരു കാര്യം കൂടി, ഇങ്ങനെ നേരത്തെ ഒരു അന്വേഷണത്തിന്റെ അവസ്ഥ ഇതാണല്ലോ ഉള്ളത്. ഫ്രാൻസിസേ 9 ദിവസമായില്ലേ നിങ്ങളുടെ പോലീസിന് പ്രതി ചേർക്കാൻ സാധിച്ചോ? ആത്മഹത്യാ പ്രേരണ കുറ്റം അത് FIR-ൽ എഴുതി ചേർക്കാൻ സാധിച്ചോ? നിങ്ങളുടെ പോലീസിന് IC ബാലകൃഷ്ണൻ എന്നൊരു പേര് സംശയത്തിന്റെ നിലയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചോ? ഒന്നെങ്കിൽ നിങ്ങൾ പറയുന്നതിനെ വിശ്വാസത്തിലെടുത്താൽ, ഇതാ അവിടെ ഒരു എഗ്രിമെന്റ്, ഇവിടെ ഒരു കത്ത്, ഇത് ആ പോകുന്ന വഴിക്ക് 2-3 കത്തുകൾ വഴി കിടക്കുന്നു. ഇനി ഇതെല്ലാം കൂടെ ഞങ്ങൾ കോൺഗ്രസ്സുകാര് വാരിക്കൂട്ടിയെടുത്ത് SP-യുടെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കണോ? ഇത്രയും തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പോലീസിന് IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ പേര് നിങ്ങളെ പണിക്ക് കൊള്ളില്ല. കുറ്റക്കാരായിട്ടുള്ള IC ബാലകൃഷ്ണൻ ആണെങ്കിലും NDFS ആണെങ്കിലും എല്ലാവരും അവരെ കൃത്യമായി അതിനകത്ത് പ്രതിപ്പെട്ടിക്കൊണ്ടുവരാം. ഒരാശങ്കപ്പെടണ്ട. ഇനി കുറച്ച് മണിക്കൂറുകളിൽ കാത്തിരുന്നാൽ മതി. അന്നേരം കാണണം, എന്റെ കോൺഗ്രസിന്റെ സുഹൃത്തിനെ കാണണം. ഈ IC ബാലകൃഷ്ണന്റെ പേര് ഉൾപ്പെടെ അതിനകത്ത് വരുന്ന സമയത്ത് എന്റെ കോൺഗ്രസിന്റെ സുഹൃത്തിന്റെ പ്രതികരണം കൂടി എനിക്ക് കേൾക്കണം. അല്ല, ഒരു കാര്യമുള്ളൂ ഫ്രാൻസിസേ, PV അൻവറിന്റെ വീട്ടിൽ രാത്രിക്ക് രാത്രി കേന്ദ്ര പോലീസ് കോൺഗ്രസ് നേതാക്കളുടെ മതിൽ ചാടിക്കിടക്കുന്നത് പോലെ ചാടിക്കിടക്കാൻ നിങ്ങളുടെ പോലീസിന് സാധിച്ചു. പക്ഷെ IC ബാലകൃഷ്ണനെ തൊടാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രതി ചേർക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അസ്വാഭാവിക മരണത്തിനപ്പുറത്ത് ആത്മഹത്യാ പ്രേരണ എന്നൊരു ലൈനിലേക്ക് അന്വേഷണം അന്വേഷണം എല്ലാ മേഖലകളെയും സമഗ്രമായ അന്വേഷണം നടത്തി അതിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികൾ ഉൾപ്പെടെ വരും. നിങ്ങൾ പേടിക്കണ്ട. ആണോ? വയനാട് SP ഞങ്ങൾ പറയുന്ന പോലെയാണോ അന്വേഷിക്കുന്നത്? DCC ഓഫീസിൽ അല്ല വസന്ത, അന്വേഷണം വേണോന്ന് നിങ്ങൾ പറ. അതല്ലേ, അന്വേഷണം വേണമോ എന്നെങ്കിലും പറഞ്ഞൂടെ? ആ നിലപാടെങ്കിലും പറഞ്ഞൂടെ? അത് ഇവിടെ നിന്ന് പറയുന്നതല്ലാതെ ഇത് കോൺഗ്രസ് ഒരു നിലപാടായിട്ട് പറയാത്തത് എന്താണ്? എന്ത് വേണമെന്നാണ് പറഞ്ഞാൽ കേട്ടില്ല. അന്വേഷണം നടക്കട്ടെ എന്ന് പറയണം. പാർട്ടി കാര്യമല്ലേ എന്ന് പറയുന്നതിന് വരെ ഇത് അന്വേഷണം നടക്കട്ടെ എന്നൊരു നിലപാടായിട്ട് പാർട്ടിക്ക് പറഞ്ഞൂടെ? പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, KPCC പ്രസിഡന്റ് പറഞ്ഞു, KPCC പ്രസിഡന്റ് അല്ലേ ഇത് പാർട്ടി കാര്യമല്ലേ ചോദിച്ചത്? എന്തിനാണ് അന്വേഷണം ചോദിച്ചത്? എന്തിനാ? ആരാണ് KPCC അധ്യക്ഷന്റെ ബൈറ്റ് ഞാൻ കണ്ടതാണ്. അദ്ദേഹം കൃത്യമായി പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടി അന്വേഷിക്കും, അത് ആഭ്യന്തര കാര്യമാണ്, അതിൽ നിങ്ങൾ അന്വേഷിക്കണ്ട. രണ്ടാമത് പോലീസ് അന്വേഷിക്കട്ടെ എന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അവിടെ നിന്നുള്ള MLA T സിദ്ദിഖ് പറഞ്ഞു, ആരോപണ വിധേയൻ IC ബാലകൃഷ്ണൻ പറഞ്ഞു, പരാതി കൊടുത്തു. ഇനി ആരാ പറയേണ്ടത്? ഇനി ആരാ ഇത് പറയേണ്ടത്? മല്ലികാർജുന ഖാർഗെ പറയണോ? അദ്ദേഹം കൂടി പറയണോ? നിങ്ങൾക്ക് ഇനി പോലീസ് അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കട്ടെ. ഫ്രാൻസിസ്, അത് പറഞ്ഞ് അവസാനിപ്പിച്ചോ? പാർട്ടിയും അന്വേഷിച്ചോട്ടെ, അതൊരു പാർട്ടിയാണല്ലോ. പാർട്ടി സംവിധാനത്തിൽ അന്വേഷണം നടക്കട്ടെ. ഒപ്പം സർക്കാരിലെ പോലീസാണ് കൃത്യമായി അന്വേഷിച്ച് ആ പ്രതികളെ മുന്നിൽ കൊണ്ടുവരൂ. യെസ്, അവസാനിപ്പിക്കാം ഫ്രാൻസിസ്. ഇവിടെ നമ്മളിപ്പം എന്താണ് യഥാർത്ഥ വസ്തുത, ആ വസ്തുത ചർച്ച ചെയ്യപ്പെടണമെന്നാണ് ഞാനിവിടെ ആവശ്യപ്പെടുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കളായിട്ടുള്ള MLA ഉൾപ്പെടെ, ഒന്ന് MLA IC ബാലകൃഷ്ണൻ, 2 NDFS, അതുപോലെ തന്നെ മുൻ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകളാണ് ഈ കത്തിന്റെ ഭാഗമായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. ധാർമ്മികത ഏറ്റവും ഒരു ചെറിയ അംശമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറാകണം.
അവരെ പുറത്താക്കാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറാകണം. IC ബാലകൃഷ്ണൻ തീർച്ചയായിട്ടും ധാർമ്മികത, രാഷ്ട്രീയ ധാർമ്മികത കോൺഗ്രസ് പാലിക്കുന്നില്ലേ എന്ന് CPM അടക്കം BJP അടക്കം ചോദിക്കുന്നത് ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ള പല വിവാദ വിഷയങ്ങളും കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച ആ ധാർമ്മികത എന്നുള്ളൊരു സ്ലോഗൻ ഉണ്ടല്ലോ, അതെടുത്ത് പറഞ്ഞുകൊണ്ടുകൂടിയാണ്. അത് ആ വിഷയത്തിന് കോൺഗ്രസിന് മറുപടി ഉണ്ടാകുന്നില്ല. നിയമത്തിന്റെ വഴിക്ക് പോകും, പാർട്ടി അന്വേഷണത്തിന് വഴിക്ക് പോകും എന്ന് പറയുമ്പോഴും നവീൻ ബാബുവിന്റെ വിഷയമടക്കം ഉള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് ഉയർത്തിയ ആ രാഷ്ട്രീയ ധാർമ്മികത ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. അതിനുത്തരം നൽകാൻ കഴിയുന്നുമില്ല. ഏതായാലും കുടുംബം ഈ തരത്തിൽ പ്രതികരണങ്ങൾ നൽകുമ്പോൾ, അതായത് കോൺഗ്രസ് നേതാക്കന്മാർ ഈ പാർട്ടിക്ക് വേണ്ടി നടന്ന ഒരാളെ തിരിഞ്ഞു നോക്കിയില്ല എന്നതടക്കം കുടുംബം പറയുമ്പോൾ കുടുംബത്തിനെയും പഴി പറഞ്ഞുകൊണ്ട് എത്ര കാലം പ്രതിരോധിക്കാൻ കഴിയും എന്നതുകൂടി കണ്ടറിയണം. വളരെ നന്ദി. പൂർണ്ണമാകുകയാണ് ചർച്ച. അഡ്വക്കേറ്റ് വസന്തകുമാരി, KM ഫ്രാൻസിസ്, ഷിറാസ് ഖാൻ, ഒപ്പം നേരത്തെ പ്രശാന്ത് മലവയലും നമുക്കൊപ്പം ചേർന്നതിന് പൂർണ്ണമാകുന്നു ചർച്ച. നമസ്കാരം.